ഹലോ, വെൽക്കം ടു കുക്ക് ആൻഡ് ടിക്ക്. നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ സൂറിന് പോവാ കേട്ടോ. അപ്പം നമ്മൾ അവിടെ രണ്ട് മൂന്ന് പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പോണ വഴിക്ക് രാവിലെ ഞങ്ങളൊരു 8:30-9 ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. പക്ഷെ ഭയങ്കര ക്ലൗഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ദൂരം അങ്ങ് യാത്ര ചെയ്താൽ ഒരു ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. പിന്നെ ഫസ്റ്റ് നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദി ദബ്ക്യു എന്ന് പറഞ്ഞിട്ടൊരു ഡാമിലാണ് കേട്ടോ. ഈ സൗത്ത് ഒമാനിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാമാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങള് അവിടെ ചെന്നതിന് അവിടെ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഉൾപ്രദേശത്തേക്കൂടെ ഉള്ള വഴിയാട്ടോ. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിജനമായി ഇങ്ങനെ കിടക്കും കേട്ടോ. ഡാമിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നു. പിന്നെ കുട്ടികളൊക്കെ കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമുക്ക് ഡാം വ്യൂ ചെയ്യാനുള്ള ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ കയറി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡാം എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമേ. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് ഒരു സിങ്കോളിലേക്കാണ്. സിങ്കോൾ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു തടാകമല്ല, ഒരു ചെറിയൊരു ഹോളൊക്കെ പോലെ അതിനകത്ത് ഇങ്ങനെ നല്ല പ്യൂർ ആയിട്ടുള്ള നല്ല എന്താണ് കണ്ണീര് പോലത്തെ ഉള്ള വെള്ളമാട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര ഭംഗിയാണ്. കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് നീന്തും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുകളിൽ നോക്കുമ്പോൾ തന്നെ നല്ല ആഴത്തിലാട്ടോ ഇത് കാണുന്നേ. ഒരു ഗുഹയൊക്കെ പോലെ, ചെറിയൊരു ഇങ്ങനെ ഗുഹയൊക്കെ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഫില്ല് ചെയ്ത പോലെ ആട്ടോ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തോന്നേ. നമ്മൾ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴെ എത്തി കഴിയുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, നല്ല ഗ്രീൻ കളർ. ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടോ. ചെറിയ മീനുകളൊക്കെ അതിനകത്തുണ്ട്. ഒരു കുറച്ച് നേരമൊക്കെ അതിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർക്കിലൊക്കെ കയറി കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ പെപ്പിൾസ് ബീച്ചിലേക്ക് പോയിട്ടോ. പെപ്പിൾസ് ബീച്ചിലേക്ക് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി, ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബീച്ച് സൈഡിലുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാട്ടോ പിന്നെ ഞങ്ങളൊരു വെയിലൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയത്. ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബീച്ചിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മണലുകളായിരിക്കുമല്ലോ. ഇവിടെ മൊത്തം ഇങ്ങനെ പെബിൾസ് ആണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പെബിൾസ് ആട്ടോ അവിടെ നിറച്ച്. പിന്നെ വെള്ളമാണെങ്കിൽ നല്ല ഭംഗിയാണ്. നല്ല ഗ്രീൻ ബ്ലൂ കളറിലാണ് വെള്ളം ഉള്ളത്. കുറെ നേരം അവിടെയൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങളൊരു ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോന്നേ. നല്ല ഭംഗിയുള്ള ഒരു ബീച്ചായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു വെള്ളം കാണാനും. അതുപോലെ തന്നെ കരയിലാണെങ്കിൽ നിറച്ച് പെബിൾസ് ആണുള്ളത്. പോകുന്ന വഴിയെല്ലാം എങ്ങനെയാണ് വിജനമായിട്ടുള്ള വഴിയാണേ. പിന്നെ കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്